ഭഗവതി ക്ഷേത്ര കളിയാട്ട ഉത്സവത്തിന് തുടക്കമായി. 8 ദിവസങ്ങളിലായി നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിൽ 101 തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. ശിവരാത്രി ദിനത്തിൽ അർദ്ധരാത്രിയോടെ മഞ്ഞിടുക്കം തുളുർവനത്ത് ഭഗവതി ക്ഷേത്രത്തിന്റെ തെക്കേൻ വാതിൽ തുറന്നു. ഇനിയുള്ള നാളുകൾ കളിയാട്ടക്കാലമാണ്. 8 ദിനങ്ങളിലായി നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിൽ 101 തെയ്യക്കോലങ്ങളാണ് അരങ്ങിലെത്തുക. രാവിലെ പാണത്തൂർ കാട്ടൂർ വീട്ടിൽ നിന്ന് ദീപവും തിരിയും കോവിലകത്തേക്ക് എഴുന്നള്ളിച്ചു. വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് വേടനും കരിവേടനും തെയ്യം അരങ്ങിലെത്തും. ശനിയാഴ്ച രാത്രി ഇരു ദൈവങ്ങളും പുറാട്ടും മഞ്ഞാലമ്മ ദേവിയും നാട്ടുകാരുടെ കലശവും, തുടർന്ന് ഒളിമകളും കിളിമകളും മാഞ്ചേരി മുത്തപ്പനും ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 പൂക്കാർ സംഘത്തെ പാണത്തൂർ കാട്ടൂർ വീട്ടിൽ എതിരേൽക്കും. പടിത്തരമായി നടത്തിവരാറുള്ള കളിയാട്ട മഹോത്സവത്തിൻ്റെ ഭാഗമായി ശിവരാത്രി ദിവസമായ ഇന്നലെ അർദ്ധരാത്രിക്ക് തെക്കേ അതിൽ തുറന്ന് ഇന്ന് രാവിലെ കാട്ടൂർ തറവാട് വീടായിരിക്കുന്ന പാണത്തൂർ വീട്ടിൽ നിന്നും ഇവിടുത്തെ നേക്കടിച്ച അവകാശികൾക്കും കോലധാരികളായ മടിയൻ ചിങ്കം, മടിയൻ പുല്ലൂരൻ, മടിയൻ കർണമൂർത്തി, മൂത്തെടുത്ത് ഇളയെടുത്ത് കുതിർ സ്ഥാനങ്ങളിലേക്കുള്ള അരി അളവും കഴിഞ്ഞ് വെറ്റിയടക്ക കൊടുക്കൽ ചടങ്ങ് കഴിഞ്ഞ് ഇനി ഭണ്ണാരവും പൊന്തിയും കൊടയും എടുത്ത് നേരെ മഞ്ഞടുക്കം കോവിലകത്തേക്ക് യാത്ര ചെയ്യുന്നതിന് വൈകിട്ട് 6 മുതൽ വെള്ളാട്ടം. മാർച്ച് 1 രാവിലെ മുന്നായരീശ്വരന്റെ തിറ, തുടർന്ന് കരിന്ത്രായർ, പുലിമാരൻ, വേട്ടിക്കുരുമകൻ തിറകൾ. വൈകിട്ട് വെള്ളാട്ടം. പൈറ്റടിപ്പൂവൻ തെയ്യം 4 രാവിലെ മുന്നായരീശ്വരന്റെ തിറ, തുടർന്ന് കാളപ്പുലയൻ, പുലിക്കണ്ടൻ, വേട്ടിക്കുരുമകൻ തെയ്യങ്ങൾ അരങ്ങിലെത്തും. വൈകിട്ട് വെള്ളാട്ടം. പുല്ലൂരാളി ദേവി, ബാളോളൻ തെയ്യങ്ങളുടെ തോറ്റങ്ങൾ, വെട്ടച്ചേകവനും പുറാട്ടും, മുത്തേടത്ത് ഇളയെടുത്ത് കലശം, ബ്രാഹ്മണന്റെ പുറപ്പാട്. പുലർച്ചെ ബാളോളൻ തെയ്യം അരങ്ങിലെത്തും. 5 രാവിലെ 9:30 മുന്നായരീശ്വരന്റെ പുറപ്പാട്. വൈകുന്നേരം 4 മുന്നായരീശ്വരന്റെ മുടിയെടുക്കൽ, തുടർന്ന് വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തും. കളിയാട്ട സമാപന ദിനമായ മാർച്ച് 6 തുളുർവനത്ത് ഭഗവതി ക്ഷേത്രപാലകൻ, ആചാരക്കാരുടെ കലശം, 7 കലശാട്ട എന്നിവ നടക്കും. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ.